Hello everybody, welcome to English speaking course. Hope you all are keeping safe and healthy. ഇന്ന് നമുക്ക് ചെറിയൊരു ടെസ്റ്റ് എടുക്കാം. ഞാൻ ഫസ്റ്റ് സെൻറ്റൻസസ് മലയാളത്തിൽ പറയും, നിങ്ങൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ വേണം പറയാൻ. അതിൻ്റെ മുന്നേ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണേണ്ടതാണ്, പ്ലീസ് സബ്സ്ക്രൈബ്. ചെറിയ വീഡിയോ ആണ്, വീഡിയോ ഫുൾ കാണണം. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ സ്കോർ ബാൻഡ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എത്ര കറക്റ്റ് ആൻസർ തന്നു അതിൻ്റെ കൗണ്ട് നിങ്ങൾ എണ്ണണം. സോ ദാറ്റ് ടുവേർഡ്സ് ദ എൻഡ് നിങ്ങൾക്ക് നിങ്ങൾ സ്കോർ നോക്കാം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Our first sentence is a question. എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ആവശ്യമായി വരുന്നത്? How can we ask this in English? When do you need this by? I repeat, when do you need this by? Next question. ഇത് ഇപ്പോൾ ചെയ്യേണ്ടത് ഉണ്ടോ? How can we ask this in English? Does this have to be done now? Does this have to be done now? Let's move on to the next question. സമയപരിമിതി എപ്പോഴാണ്? ഏതെങ്കിലും കാര്യത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക ഇംഗ്ലീഷിൽ? When is the deadline? When is the deadline? ഞാൻ എപ്പോഴെങ്കിലും നിന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? Have I ever let you down? I repeat, have I ever let you down? Next sentence. ഞാൻ shoes ഊരി മാറ്റുകയാണ്. How can we say this in English? I am taking off the shoes. I am taking off the shoes. Let's move on. നമ്മൾ ദേഷ്യം വന്നാൽ പറയാറില്ലേ, എൻ്റെ കണ്ണിൽ നിന്ന് മാറ്, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് മാറ്. അതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? Get out of my sight. I repeat, get out of my sight. മോശം റോഡാണെങ്കിൽ നമ്മൾ പറയാറില്ലേ, റോഡ് നിറയെ കുഴികളാണ്. അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? The road is full of potholes. The road is full of potholes. Let's move ahead. സപ്പോസ് നമ്മളെടുത്ത് ഒരാൾ പറയുന്നേ, എനിക്ക് ബോറടിക്കുന്നു, എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ചില സമയത്ത് പറയാറില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സിനിമ കാണാത്തത്? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സിനിമ കാണാത്തത്? Why don't you watch a movie? I repeat, why don't you watch a movie? നിങ്ങൾ എന്തുകൊണ്ട് എന്ന് പറയാൻ നമ്മൾ സെൻറ്റൻസ് why don't you വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. വീഡിയോ ഫുൾ കാണണം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കോർ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ഇന്ന് രാത്രി നമുക്ക് പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാലോ? How can we say this in English? Shall we eat out tonight? Shall we eat out tonight? Eat out എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്ന്. എനിക്ക് അവനുമായി യാതൊരു ബന്ധമില്ല. How can we say this in English? I have nothing to do with him. I have nothing to do with him. Now let's check the score. ഞാൻ 10 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 9-10 കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എക്സലൻ്റ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. 7 to 8 good, 5 to 6 average, and 1 to 4 needs more practice. So hope the video was interesting for you all. Do comment, like, share and subscribe. Thanks for watching.